നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഏപ്രിൽ 9 2026 ഏപ്രിൽ 9 ഇലക്ഷൻ നടക്കുകയാണ്. ഏതെങ്കിലും കാരണം കൊണ്ട് അത് മാറ്റിവെക്കപ്പെടുക എന്നുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. അതൊന്നും ഞങ്ങൾ തറപ്പിച്ച് പറയുന്നില്ല. അന്നത്തെ ദിവസം ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ടുള്ള നേതാക്കന്മാരുടെ ദിവസം എങ്ങനെയുണ്ട്? ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, കേരളത്തിൽ ആരും മുഖ്യമന്ത്രിയാകുമെന്നും പറഞ്ഞൊരു വലിയ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ജാതക വിശകലനം വെച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് ഉള്ള സാഹചര്യം അനുസരിച്ച് 5 പേരുടെ ജാതകം നോക്കിയാണ് ഞാൻ അന്ന് പറഞ്ഞത്. അതിൽ ശ്രീ രമേശ് ചെന്നിത്തല, അതുപോലെ KC വേണുഗോപാൽ തുടങ്ങിയവർക്ക് മുഖ്യമന്ത്രിയായിരിക്കാൻ സാധ്യത കുറവാണെന്ന് അതിനകത്ത് പറഞ്ഞിരുന്നു. അതേസമയം അതുപോലെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് തീർച്ചയായിട്ടും വലിയ അതിശക്തമായ യോഗങ്ങളുള്ള ഒരു ജാതകമാണെങ്കിലും രാഷ്ട്രീയപരമായിട്ട് BJPയുടെ മുഖ്യമന്ത്രി വരാൻ സാധ്യതയില്ലെന്നുള്ളത് ഏകദേശം നമുക്കൊക്കെ അറിയാം. BJPക്കാരൊക്കെ വഴക്കിലൊന്നും വരരുത്. സംഭവം ഞാനിത് ഈ രാഷ്ട്രീയം വെച്ചെന്നുമല്ല പറയുന്നത്, 100% ജ്യോതിഷപരമായിട്ടുള്ള കാര്യം മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ശ്രീ പിണറായി വിജയൻ്റെയും ശ്രീ VD സതീശൻ്റെയും ജാതകമാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരുടെ ലിസ്റ്റിൽ പെടുത്തിയത്. ശ്രീ രമേശ് ചെന്നിത്തല അത് മാത്രമല്ല, അന്ന് നമ്മുടെ KC വേണുഗോപാലും മത്സരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം മത്സരിക്കുന്നില്ല. ഇപ്പോൾ മത്സര രംഗത്തുള്ളത് രാജീവ് ചന്ദ്രശേഖർ, പിണറായി വിജയൻ, നമ്മുടെ VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇങ്ങനെ 4 പേരാണ്. അപ്പോൾ അതിൽ നമ്മൾ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയായിരിക്കാൻ ജ്യോതിഷപരമായിട്ട് അത്ര വലിയ ശക്തമായ ജാതകമല്ല. പക്ഷേ അത് ഭാഗ്യജാതകമൊക്കെ തന്നെയാണ്. മന്ത്രിസ്ഥാനത്തേക്കൊക്കെ വരാം തീർച്ചയായിട്ടും. പക്ഷേ മുഖ്യമന്ത്രി ആയാലും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് അധികകാലം തുടരാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ തൽക്കാലം ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു. നമുക്ക് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന് ഈ രാഷ്ട്രീയപരമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും കാര്യം മാറ്റിവെക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെന്ന് പറയാവുന്ന ശ്രീ VD സതീശനും ശ്രീ പിണറായി വിജയനും എങ്ങനെയാണ് ഈ ഏപ്രിൽ 9 എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നതിനകത്ത്. അന്നത്തെ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, ശ്രീ VD സതീശന് ഒരു 10% സാധ്യത കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതിവിടെ 9 ഏപ്രിൽ 9 ഇലക്ഷൻ നടക്കുന്ന ദിവസം എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും? നല്ലതാണോ ചീത്തയാണോ? ജ്യോതിഷപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ടല്ല. ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അന്ന് ഈ VD സതീശൻ്റെ ജാതകം വളരെയധികം യോഗങ്ങളുള്ളതാണ്. ശ്രീ പിണറായി വിജയനെക്കാട്ടിലും യോഗങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്, VD സതീശനുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അന്ന് ഗജകേസരി യോഗം, ശശമഹായോഗം, രുചകയോഗം, ഉഭയചര യോഗം, ഇതെല്ലാം തന്നെ അധികാരത്തിനോട് അടുപ്പിക്കുന്ന യോഗങ്ങൾ. അതിശക്തമായിട്ടുള്ള ജാതകമാണ് ശ്രീ VD സതീശൻ്റെ. അതുപോലെ തന്നെ ശനി ദശയാണ് ഇപ്പോൾ. പക്ഷേ ശശമഹായോഗത്തോടെ 5ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. ലഗ്നത്തിൽ നിന്ന് 5ാം ഭാവത്തിലും സ്വക്ഷേത്ര ബലവാനായിട്ട് കുംഭൻ രാശിയിൽ ശനി നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ശനിദശ ഇപ്പോൾ നടക്കുകയാണ് 2033 വരെ. എങ്കിലും ചന്ദ്രൻ്റെ ഭാരമാണ്, അത് അത്ര സുഖകരമായിരിക്കില്ല. ശനിയിൽ നിന്ന് 12ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും നമ്മുടെ പിണറായി വിജയനെക്കാട്ടിലും ബെറ്ററായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ ഗ്രഹനിലയും ജാതകപ്രകാരമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇതിവിടെ നമ്മൾ പരിഗണിക്കുന്നത് രാശിഫലമാണ്, അഥവാ ദിനഫലം.
ആ ഏപ്രിൽ 9 ഇവർക്ക് എങ്ങനെയാണ് സംഭവം? ശ്രീ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ തുലാം രാശിയുമാണ്, കന്നി ലഗ്നവുമാണ്. ഓക്കെ. അതേസമയം വി ഡി സതീശൻ മകരരാശിയും തുലാം ലഗ്നവുമാണ്. നമ്മൾ ഈ ദിനഫലം അഥവാ രാശിഫലം നോക്കുമ്പോൾ നമ്മൾ ഈ രാശി മാത്രം നോക്കിയാൽ പോരാ, ലഗ്നവും നമ്മുടെ ഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ അത് രണ്ടുമൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അന്നത്തെ ദിവസം ശ്രീ പിണറായി വിജയൻ തുലാം രാശിയാണ്. അപ്പോൾ തുലാം രാശിക്കാണ് അന്നത്തെ രാശികളിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാശി, ഏറ്റവും കൂടുതൽ. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുലാം രാശിക്ക് ഈ ഏപ്രിൽ 9 ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇല്ല. അതേസമയം 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ്. ഓക്കെ. അപ്പോൾ തുലാം രാശിക്കാരനായ പിണറായി വിജയന് അവിടെ നമുക്കൊരു പ്ലസ് പോയിൻ്റ് കൂടുതൽ കിട്ടുന്നു. അതേസമയം ശ്രീ വി ഡി സതീശൻ മകരരാശിയാണെങ്കിലും തുലാം ലഗ്നമാണ്. ഓക്കെ. അപ്പോൾ തുലാം രാശിക്കാരനും തുലാം ലഗ്നക്കാരനും കൂടി തമ്മിലടിക്കുമ്പോൾ ഏതാണ്ട് തുല്യ നിലയിൽ നിൽക്കും. അതേസമയം ശ്രീ പിണറായി വിജയൻ കന്നി ലഗ്നമാണ്, അതേസമയം വി ഡി സതീശൻ മകരരാശിയുമാണ്. അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. വ്യക്തമായിട്ട് സുവ്യക്തമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ശ്രീ പിണറായി വിജയൻ കന്നി ലഗ്നമായതിനാൽ അദ്ദേഹത്തിന് 3 പാപഗ്രഹങ്ങൾ ഈ ദിവസം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതും ഒരുമിച്ചാണ് നിൽക്കുന്നത് 7ാം ഭാവത്തിൽ. ഓക്കെ. അപ്പോൾ സംഭവം അത്ര സുഖകരമല്ല. തുലാം രാശിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് നേട്ടം ഉണ്ടെങ്കിലും കന്നി ലഗ്നമായതുകൊണ്ട് കന്നി രാശിയിലെ ഫലവും കൂടെ വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അത്ര സുഖകരമല്ല സംഭവങ്ങൾ. കാര്യം തുലാം രാശിയുടെ ഗ്രഹനിലയിൽ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും കന്നി ലഗ്നക്കാരനായ പിണറായി വിജയൻ അന്നത്തെ ദിവസം 3 പാപഗ്രഹങ്ങൾ, സൂര്യനും ചൊവ്വയും ശനിയും എല്ലാം പ്രതികൂലമാണ്. പാപഗ്രഹങ്ങൾ 3 പ്രതികൂലമാണ്. അതേസമയം ഏകദേശം 3 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നുണ്ട്. ബുധൻ, സർപ്പം, ശുക്രൻ. അത് പോരാ. കാര്യം അധികാരവുമായിട്ട് ബന്ധമുള്ള ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ശനിയും വ്യാഴവുമാണ്. അത് രണ്ടും കന്നി ലഗ്നക്കാരനായ പിണറായി വിജയന് പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതേസമയം വി ഡി സതീശൻ്റെ തുലാം ലഗ്നമാണ്. അത് പിണറായി വിജയനുമായിട്ട് ഇടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ മകരരാശിയുടെ ഫലം നോക്കുമ്പോൾ സംഭവം വി ഡി സതീശൻ പിന്നെയും മുന്നിൽ കയറിയാണ്. ഞാനൊന്നും പറയുന്നതല്ല, ജ്യോതിഷം പറയുന്നു, ഞാൻ പറയുന്നതല്ല. എന്നെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം കൂടെ എനിക്കിട്ട് പൊങ്കാല ഇടരുത്. നമ്മളുള്ള കാര്യം പറയുന്നു, ജ്യോതിഷം പറയുന്നു. അത് പറയുന്നത് അന്നത്തെ ദിവസം ശ്രീ പിണറായി വിജയനെക്കാട്ടിലും നല്ല ദിവസം ശ്രീ വി ഡി സതീശന് തന്നെയാണ്. കാരണം തുലാം ലഗ്നവും തുലാം രാശിയും തമ്മിൽ ഇടിച്ചു നിൽക്കും. രണ്ടുപേരും കട്ടക്കട്ടക്ക് നിൽക്കും. പക്ഷേ കന്നി ലഗ്നത്തിന്, പിണറായി വിജയൻ്റെ കന്നി ലഗ്നത്തിന് അന്നത്തെ ദിവസം 3 പാപഗ്രഹങ്ങൾ, അതും ചൊവ്വയും ശനിയും സൂര്യനും. അതായത് ഈ രാഷ്ട്രീയത്തിലൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം. ഇതെല്ലാം അനുകൂലമായിട്ടുണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാകത്തുള്ളൂ. ഇവിടെ കന്നി ലഗ്നമായതുകൊണ്ട് പിണറായി വിജയന് സാധ്യത കുറവാണ്. അതേസമയം വി ഡി സതീശൻ തുലാം ലഗ്നം കൊണ്ട് മുന്നിൽ പിണറായി വിജയനുമായിട്ട് തുല്യമായിട്ട് നിൽക്കുന്നെങ്കിലും മകരരാശിയുടെ ഫലം കന്നി ലഗ്നക്കാരനായ പിണറായി വിജയനെക്കാട്ടിലും മുമ്പിലാണ്. കാരണം മകരരാശിക്ക് അന്നത്തെ ദിവസം 3 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. പക്ഷേ അതിൽ ഒരെണ്ണമേ പാവഗ്രഹമുള്ളൂ. അത് തന്നെ കേതുവാണ്. ഓക്കെ. കേതുവാണ്
പ്രതികൂലമായിട്ട് നിൽക്കുക അന്നത്തെ ദിവസം. അതേസമയം മറ്റ് 2 ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളുമാണ്, പ്രതികൂലമാണ്. വ്യാഴവും ചന്ദ്രനും അന്ന് പ്രതികൂലമാണ് മകരരാശിക്ക്, എന്നാലും അത് രണ്ടും ഈ ശുഭഗ്രഹങ്ങളാണ്. അത് വലിയ കുഴപ്പമൊന്നും ചെയ്യത്തില്ല. അതേസമയം ഇദ്ദേഹത്തിന് മകരരാശിക്കാരനായ വി.ഡി. സതീശന് 3 പാപഗ്രഹങ്ങൾ അനുകൂലമാണ്. അതായത് ശ്രീ പിണറായി വിജയന്, കന്നിലഗ്നക്കാരനായ പിണറായി വിജയന് 3 പാവഗ്രഹങ്ങളായ സൂര്യൻ, ശനി, ചൊവ്വ പ്രതികൂലമാവുമ്പോൾ ശ്രീ വി.ഡി. സതീശൻ, മകരരാശിക്കാരനായ വി.ഡി. സതീശന് ഈ സൂര്യനും ചൊവ്വയും ശനിയും അന്ന് അനുകൂലമാണ്. എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ജ്യോതിഷം പറയുന്നത് ജാതകപ്രകാരവും മഹാദശയും അന്തർദശയും അനുസരിച്ചും പിന്നെ ഇവിടെ ഇപ്പോൾ രാശിഫലത്തിൻ്റെ ഫലവും അനുസരിച്ചും ശ്രീ വി.ഡി. സതീശനാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. CPമാരെല്ലാം കൂടെ DYFക്കാർ എല്ലാം കൂടെ എന്നെ ചീത്ത വിളിക്കുന്നത്, ഞാൻ ജ്യോതിഷം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ സംഭവം നമുക്ക് ഉറപ്പിക്കാം. മകരരാശിക്കാരനായ വി.ഡി. സതീശന് അന്നത്തെ ദിവസം ബുധനും ശുക്രനും കൂടി അനുകൂലമാണ്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും 3 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നെങ്കിൽ അത് 2 ശുഭഗ്രഹമാണ്. അത് വലിയ കുഴപ്പമൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഓക്കെ, ഞാൻ നീട്ടുന്നില്ല. ഇത് ഞാൻ ഈ ജ്യോതിഷ വിശകലനമൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ ആ സംവിധാനം ഉണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്, വാട്സാപ്പിൽ മെസ്സേജ് മാത്രം അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ദയവായി ഞാൻ വീണ്ടും പറയുന്നു, സംഭവം ഞാൻ ജ്യോതിഷം മാത്രമാണ് പറഞ്ഞത്, രാഷ്ട്രീയമൊന്നുമല്ല പറഞ്ഞത്. ജ്യോതിഷം പറഞ്ഞ കാര്യം ഞാൻ അങ്ങോട്ട് ശബ്ദം നൽകി വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. എന്തായാലും ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും കേരളത്തിലെ 90% വരുന്ന കടക്കണിയിൽപ്പെട്ട മലയാളികൾ കടക്കണിയിൽ നിന്നും മുക്തരാവട്ടെ. അതുപോലെ തന്നെ കേരളത്തിലെ ഈ നാഷണൽ ഹൈവേയുടെ അവസ്ഥ അറിയാമല്ലോ, പണി നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പൂർത്തിയായി എല്ലാവർക്കും എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സ്വഭാവങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.